കാലത്ത് തന്നെ ഒരു വീഡിയോ കൊണ്ടിട്ട് ഇറങ്ങി കേട്ടോ. MDMA പിടിയിലായ റിൻസി എൻ്റെ മാനേജരല്ല, ഉണ്ണി മുകുന്ദ ഡയലോഗ. അത് ശരിയാവാൻ സാധ്യതയുണ്ട്. കാരണം സിനിമകളില്ലാത്തൊരാൾക്ക് മാനേജറുടെ ആവശ്യമില്ലല്ലോ. ശരിയല്ലേ? ഈ ഉണ്ണി മുകുന്ദൻ ഒരു തമാശ കേട്ടോ. മൂപ്പർക്ക് എന്തൊക്കെ എവിടെയൊക്കെ എന്തെങ്കിലും പറയണമെന്നും ഒരു പിടുത്തമില്ല. ഒരു സിനിമ നളങ്ങ് അത്യാവശ്യം മോശമില്ലാണ്ട് പോയി. അത് ഈ വയലൻസാണ്, പാടല വയലൻസ്. അതുകൊണ്ട് കത്തിയപ്പോൾ മൂപ്പര് വിചാരിച്ച് മൂപ്പരങ്ങ് പൊന്തി. ഇനി മലയാള സിനിമ അതാ എൻ്റെ കൈകളിലാണ്. അങ്ങനെ ആഗ്രഹിക്കാലോ, തെറ്റൊന്നുമില്ല. അങ്ങനെ ആഗ്രഹിച്ച് എന്ത് ചെയ്തു, മൂപ്പര് ഇപ്പോൾ വരും 10 സിനിമ എന്ന് പറഞ്ഞിരുന്നു. അതെന്തോട്ടെ, മൂപ്പര് ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്ന അക്രമങ്ങളൊക്കെ എന്താണ്, മാനേജറെ ഫ്ലാറ്റിൽ പോവുക. മാനേജറില്ലാന്ന് പറയും, ഓക്കെ, ആരോ മൂപ്പർക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആരോ ഫ്ലാറ്റിൽ പോവുക, വാച്ചൂര് തല്ലിപ്പൊട്ടിക്കുക. ഈ ജാതി കുട്ടികളുടെ സ്വഭാവമാണ്. 6 അടി ഹൈറ്റും മസിലും ഒക്കെ ഉണ്ട്. കാണിച്ചു കൂട്ടുന്നൊക്കെ ഒരുമാതിരി കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ്. ഇങ്ങനെയൊക്കെ കാണിച്ചു കിട്ടിയിട്ട് മൂപ്പരിപ്പോഴും തമാശ കഥാപാത്രമാണ്. നമുക്ക് മലയാള സിനിമയിൽ ഇപ്പം എന്ത് പ്രശ്നം വന്നാലും ഈ ഗടി കയറിയിട്ട് അതും ഇതും പറയല പരിപാടി. എൻ്റെ പൊന്നു ഉണ്ണി മുകുന്ദൻ സാറേ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ മോശമായിട്ടുള്ളൊരു നടനാണെന്നൊന്നും പറയില്ല കേട്ടോ. അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് പൃഥ്വിരാജും ലാലേട്ടനൊക്കെ ആവുന്നിട്ടാവും നടക്കൂല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഫോൺ എടുക്കുക, ആരെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്പർ എടുക്കുക, അവനെ വിളിച്ച് തെറി വിളിക്കുക. നീ ഇങ്ങോട്ട് വാടാ, നിന്നെ ഞാൻ അങ്ങനെ ആക്കും എന്ന് പറയാം. അത് കുറേ മുൻപാണ് കേട്ടോ. നാളെ പോയിട്ട് ഇതുപോലെ തന്നെ മൂപ്പർക്ക് വർക്ക് ചെയ്തിരുന്ന മാനേജർ അവകാശപ്പെട്ടിരുന്ന ഒരാളുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ പോവുക, വാച്ചൂര് തല്ലിപ്പൊട്ടിക്കുക, കാർപോറേറ്റിലിട്ട് തല്ലാശം. ആരെങ്കിലും എന്തെങ്കിലും യൂട്യൂബുകാർ എന്തെങ്കിലും സാധനം ഇട്ടായി അതല്ല ഇതല്ല എന്ന് പറയാം. ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യവുമായി മുൻപോട്ട് പോകൂ. എന്തിനാണ് ഈ വക്ക് പൊട്ടിയ പരിപാടികളും സംസാരങ്ങളും സംസാരിക്കാൻ നിൽക്കുന്നത്? എന്താ ശരിയല്ലേ? നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ചുമ്മാ വന്ന് അതും ഇതും പറയാൻ നിൽക്കുക? കുട്ടികളെ പോലെ ആവല്ലേ, കുഞ്ഞു കുട്ടികളെ സ്വഭാവമാണ്. എന്നാൽ പിന്നെ എങ്ങനെ ആവട്ടെ.